എറണാകുളത്ത് ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ ശക്തമായി വരുന്നു എന്ന് പറയാം. കാരണം ഒരു മണിക്കൂറായി കൊച്ചി നഗരത്തിൽ വിവിധ ഭാഗങ്ങളിലായി മഴ ശക്തമായി വരുന്നുണ്ട്. അതിശക്തമല്ലെങ്കിൽ കൂടി വലിയ തോതിൽ മഴ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെ ഈ വേനൽ മഴ ആരംഭിച്ച ഇത്ര ദിവസമായിട്ടും കൊച്ചിയിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല. അതേസമയം ഉൾപ്രദേശങ്ങളായ മൂവാറ്റുപുഴ, കോതമംഗലം പോലെയുള്ള പ്രദേശങ്ങളിൽ മഴ പെയ്തിട്ടില്ല. പെരുമ്പാവൂരിൽ നേരിയ തോതിൽ മഴയുണ്ട്. ഈ നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസമാണ്. ബ്രേക്ക് ത്രൂ സംവിധാനമൊക്കെ ഒരു പരിധി വരെ വിജയമായിട്ടുണ്ട്. അതേസമയം ഈ മുല്ലശ്ശേരി കനാൽ പോലത്തെ കനാലുകളുടെയൊക്കെ ശുചീകരണമൊക്കെ നടന്നു വരികയാണ്. അത് വെള്ളക്കെട്ട് രൂപപ്പെടുത്തുന്നതിന് കാരണമാകുമോ? അത്തരത്തിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ, ഓടയുടെയും മറ്റുമൊക്കെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ വൈകുന്നത് ഈ കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിന് കാരണമാകുമോ എന്നുള്ള ആശങ്കയിലാണ് ആളുകളുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശമുണ്ട്. കേരള തീരത്തിലെ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശമുണ്ട്. അത് മത്സ്യത്തൊഴിലാളികൾ പാലിക്കുന്നു. അതുപോലെ തന്നെ ഈ നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഈ എറണാകുളം നോർത്ത് KSRTC ബസ് സ്റ്റാൻഡ്, ആ മേഖലകൾ എന്നുപോലെ ഉള്ള സ്ഥലങ്ങളിലാണ് പതിവായി വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. എന്തായാലും ഈ വേനൽ മഴയിൽ അവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല. ബ്രേക്ക് ത്രൂ സംവിധാനമൊക്കെ ഈ മഴയിൽ ആശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു പരിധി വരെ വിജയം കാണുന്നുണ്ട്. എന്തായാലും മഴ ശക്തമായി വരുന്ന സാഹചര്യത്തിൽ എന്താകും? കൊച്ചിയിൽ പതിവ് വെള്ളക്കെട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.